മുരളീധരൻ നായർ കടങ്ങല്ലൂർ ഇവിടെ ഇപ്പോൾ പ്രധാനമന്ത്രിമാർ മാറി മാറി വന്നതിനെ കുറിച്ച് പറഞ്ഞു. അവിടെ പ്രധാനമന്ത്രിമാർക്കെതിരെ കടുത്ത ആക്ഷേപങ്ങൾ ഇല്ലാത്ത പ്രധാനമന്ത്രിമാരേ ഇല്ല എന്ന അവസ്ഥയുണ്ട്. ഇപ്പോൾ ഷേർ ബഹാദൂർ ദുബൈ ഇന്നലെ ആക്രമിക്കപ്പെട്ടു. അദ്ദേഹത്തിനെതിരെയുള്ള അഴിമതി ആരോപണം വിമാനം വാങ്ങിയതിൽ കൈക്കൂലി വാങ്ങിച്ചു എന്നുള്ളതാണ്. അർസൂർ റാണ ദുബൈ ഭാര്യ ഈ സർക്കാരിൽ അംഗമാണ്. മനുഷ്യക്കടത്ത് ആരോപണമാണ്. അമേരിക്കയിലേക്ക് കാശ് വാങ്ങിച്ച ആളെ കടത്തി എന്നുള്ള ആരോപണമാണ് നേരിടുന്നത്. പ്രചണ്ഡ തന്നെ ഈ മാവോയിസ്റ്റുകളെ പുനരധിവസിപ്പിക്കാനും അവരെ നിരായുധീകരിക്കാനും വന്ന ഫണ്ട് മുഴുവൻ അടിച്ച് സമ്പന്നനായി എന്ന ആരോപണം നേരിടുന്നു. മാധവ് കുമാർ നേപ്പാൾ, ബാബുറാം ഭട്ടാറായി, ഖിൽരാജ് റൈലി, ഇങ്ങനെ എല്ലാ മുൻ പ്രധാനമന്ത്രിമാർക്കെതിരെയും ആരോപണം. ഇപ്പോഴത്തെ പ്രധാനമന്ത്രിക്കെതിരെ അദ്ദേഹം തോട്ടഭൂമി, തേയിലത്തോട്ട ഭൂമി വാണിജ്യ ആവശ്യങ്ങൾക്ക് വേണ്ടി വഴിമാറ്റി കൊടുത്തു എന്ന ആരോപണം നേരിടുന്നു. ഇങ്ങനെ ഈ അഴിമതിയുടെ പണ്ടോരയുടെ പെട്ടി തുറന്നത് മാതിരിയുള്ള അനുഭവം. പരസ്പരം ഈ നേതാക്കൾ ഇവരെല്ലാം സംരക്ഷിച്ചു നിർത്തുന്നു. ക്യാബിനറ്റ് തീരുമാനമെടുത്ത അഴിമതി കേസുകൾ പ്രൊസീഡ് ചെയ്യാത്ത സാഹചര്യം ഉണ്ടാക്കുന്നു. ഇങ്ങനെ അഴിമതി കൊട്ടിക്കുത്തി വാണു നേപ്പാളിലെ ഈ റിപ്പബ്ലിക്കൻ പരീക്ഷണത്തിൽ എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട ഘടകമായി കൂടെ. തീർച്ചയായിട്ടും അഴിമതി തന്നെയാണ് ഇതിൻ്റെ എല്ലാം മൂല കാരണം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ജനങ്ങളിലേക്ക് എത്തേണ്ട പൈസ, അവരുടെ ആ ധനസമ്പത്ത് മുഴുവൻ ഒരു മുകളിൽ നിന്നും അതിൻ്റെ മുഴുവൻ അടിച്ചു മാറ്റി അവർ വിദേശത്തേക്ക് പോവുകയും നാട്ടിൽ തന്നെ വളരെ യാതൊരു തത്വദീക്ഷയുമില്ലാതെ, ഒരു ജനങ്ങളെ ഭയമില്ലാതെ, ജനങ്ങളോട് ഉത്തരവാദിത്വമില്ലാതെ അവിടെ തന്നെ കുട്ടികൾക്കും അവരും. ഇപ്പോൾ നോക്കൂ, ഈ ദബോയുടെ നമ്മുടെ പഴയ നേപ്പാളി കോൺഗ്രസിൻ്റെ പ്രധാനമന്ത്രിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യയെ എങ്ങനെയാണ് അവിടെ MP ആക്കിയതെന്ന് നമുക്കറിയാം. നേപ്പാളിൽ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 167 സീറ്റുകളാണ് തെരഞ്ഞെടുപ്പിലൂടെ വരുന്നത്. 110 സീറ്റുകൾ റെപ്രസെൻറ്റേഷണൽ രീതിയിലൂടെയാണ് ഓരോ കക്ഷിയിൽ നിന്നും വരുന്നത്. അങ്ങനെയാണ് ഇദ്ദേഹത്തിൻ്റെ ഭാര്യ ആർസു റാണ ദബോയെ അവിടെ MP ആക്കിയത്. അവരെ പിടിച്ച് സീനിയർ മന്ത്രിയാക്കുകയാണ്. അങ്ങനെ ഒരു കുടുംബ വാഴ്ച തന്നെ. രാജാവ് പോയെങ്കിലും രാജവാഴ്ച പോലെ ഈ സ്വയം രാജാവായിട്ട് ഈ നേതാക്കളെല്ലാം, കമ്മ്യൂണിസ്റ്റുകാരാവട്ടെ അവിടുത്തെ കോൺഗ്രസ്സുകാരാവട്ടെ, എല്ലാവരും ആ രീതിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ജനങ്ങൾക്ക് ഈ ഒരു സംവിധാനത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു എന്നുള്ള രീതിയിലാണ് ജനങ്ങളുടെ പ്രവൃത്തിയിൽ നാം കാണുന്നത്. നേരത്തെ അഭിലാഷ് പറഞ്ഞതുപോലെ തന്നെ കൊടിയുടെ നിറം നോക്കാതെ, പാർട്ടിയുടെ പേര് നോക്കാതെ എല്ലാ പാർട്ടിയിലെ നേതാക്കളെ ഇവർ ആക്രമിച്ചു എന്നുള്ളതാണ്. 1 or 2 പേര് ഒഴിച്ചിട്ട്. അപ്പോൾ അവർക്ക് തന്നെ ഒരു ഭരണം നടത്താനുള്ള, ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ സ്വതന്ത്ര പാർട്ടിയുടെ റബി ലക്ഷ്മണിക്ക് ഒരു രാഷ്ട്രം നടത്തുവാനുള്ള കഴിവുണ്ടോ? ഇപ്പോൾ നമ്മൾ യുക്രൈനിൽ കണ്ടതാണ്. അവിടെ ഒരു കൊമേഡിയനായിരുന്ന ഒരു വ്യക്തി പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ആ രാജ്യത്തിൻ്റെ പ്രസിഡൻ്റ് ആവുകയും അത് എങ്ങനെയാണ് റഷ്യ പോലുള്ളൊരു ശക്തിയോട് ഇടപെടേണ്ടതെന്ന് മനസ്സിലാവാതെ യൂറോപ്പിലെ ചില രാജ്യങ്ങളുടെ അവരെ ഒരു കുട്ടിക്കുരങ്ങനുണ്ട് ചോറ് വാരിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയി. ഇന്നും ഇപ്പോൾ 3-ാം വർഷമാണ് യുദ്ധം നീണ്ടു പോകുന്നത്. അപ്പോൾ ആ രീതിയിൽ കഴിവില്ലാത്തൊരു നേതാവിനെ, അല്ലെങ്കിൽ മറ്റൊരു റാപ്പർ അല്ലെങ്കിൽ കൊമേഡിയനായ ശിവൻ ഷായെ, അവിടുത്തെ മേയറാണ് അദ്ദേഹം, വളരെ പോപ്പുലറാണ് ജനങ്ങളുടെ ഇടയിൽ, യുവാക്കളുടെ ഇടയിൽ. പക്ഷെ ഒരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി പദത്തിലേക്ക് അദ്ദേഹത്തിന് വരാൻ ഉള്ള കഴിവുണ്ടോ എന്നാണ്. അപ്പോൾ ജനങ്ങൾ ഈ അടുത്തൊരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ എൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഈ പഴയ രാഷ്ട്രീയ കക്ഷികളെ എല്ലാം നിരാകരിച്ചിട്ട് ഒരു പുതിയ കക്ഷിക്കോ അല്ലെങ്കിൽ പുതിയൊരു സംവിധാനത്തിന് വേണ്ടി അതിൻ്റെ പിന്നിൽ അണിനിരക്കാനുള്ള സാധ്യതകൾ ഞാൻ കാണുന്നുണ്ട്. അവർക്ക് ഈ രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള കഴിവുണ്ടാകുമോ? നേപ്പാൾ പോലുള്ള വിസ്തൃതമായ ഒരു രാജ്യത്ത് പല അധികം കക്ഷികളും പല പ്രശ്നങ്ങളുമുള്ളൊരു രാജ്യത്ത് വീണ്ടും രാജ്യത്തെ ഒരു സ്ക്വയർ 1-ൽ നിന്നും വീണ്ടും കെട്ടിപ്പടുത്ത് മുകളിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു കഴിവ് ഈ നേതാക്കൾക്കുണ്ടോ എന്നുള്ളതാണ്. ഞാനിന്ന് നേപ്പാളിലെ ചില സുഹൃത്തുക്കളുമായിട്ട് സംസാരിച്ചു. പ്രൊഫഷണൽസ് ഉണ്ട്, ബിസിനസ് കമ്മ്യൂണിറ്റിയിൽ നമ്മളുടെ സുഹൃത്തുക്കളുണ്ട് പഴയത്. അവരെല്ലാവരും ഹാപ്പി ആയിട്ടാണ് നമ്മളോട് സംസാരിച്ചത്. അത് അവർ മീൻ ചെയ്യുന്നു എന്നുള്ളത് പോലെ എനിക്ക് തോന്നി. അപ്പോൾ പഴയ യുവാക്കൾ മാത്രമല്ല, പഴയ ആൾക്കാരും അവിടുത്തെ എല്ലാ ക്രോസ് സെക്ഷൻ, ആ സൊസൈറ്റിയുടെ ഒരു പരിച്ഛേദം മുഴുവൻ അവിടുത്തെ ഈ സംവിധാനത്തോടുള്ള വിശ്വാസ്യത നഷ്ടപ്പെട്ടിരിക്കുന്ന പോലെയാണ് കാണുന്നത്. അവിടെ ആർമി എങ്ങനെ
ഏത് റോളിലേക്ക് വരും എന്നുള്ളത് ഒരു വലിയ ചോദ്യചിഹ്നമാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ആ ഓഡിയോ എത്തിയോ എന്ന് എനിക്കറിയില്ല. ആർമിയുടെ ചീഫ് ജനങ്ങളോട് സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ പുറകിലുണ്ടായിരുന്ന ചിത്രം നേപ്പാളിലെ ആദ്യത്തെ രാജാവിൻ്റെയാണ്. അപ്പോൾ രാജഭരണത്തിന് ആർമി സപ്പോർട്ട് ചെയ്യുമോ? ആർമിയിൽ തന്നെ കുറേ പേർ റോയലിസ്റ്റുകളുണ്ട്, രാജഭരണത്തെ അനുകൂലിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഡെമോക്രസി നേരത്തെ ആരോ സൂചിപ്പിച്ചതുപോലെ വളരെയധികം മനോഹരമായ രീതിയിൽ അവിടെ ഒരു ഡെമോക്രസി കെട്ടിപ്പടുത്തത് ഒരു രാത്രി കൊണ്ട് ഇല്ലാതാവുകയും വീണ്ടും ഒന്നുകിൽ ഒരു രാജ്യം ഭരിച്ച് കഴിവില്ലാത്തവർ ഭരണത്തിലേക്ക് വരികയോ അല്ലെങ്കിൽ ആർമിയുടെ സപ്പോർട്ട്, പാകിസ്ഥാനിലെ പോലെ ആർമിയുടെ പക്ഷത്തോടെ ഒരു റോയലിസ്റ്റ് ഗ്രൂപ്പ് മുന്നോട്ട് വരുമോ? ഇതെല്ലാം ഈ സമയത്ത് നമുക്ക് കൃത്യമായിട്ട് നമുക്ക് ഇതിനെക്കുറിച്ച് സ്പെക്കുലേഷൻ നടത്താനേ കഴിയുള്ളൂ അഭിലാഷ്. തീർച്ചയായിട്ടും.